ഫാമിലി സ്കൂൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മുസ്തഫ. ഞാൻ കണ്ണൂർ ജില്ലയിൽ തലപ്പറമ്പിൻ്റെ അടുത്തുള്ളതാണ്. ഞാൻ ആശാനയിൽ നിന്ന് 4 മാസം മുമ്പ് 2 യൂണിറ്റ് മുയലിനെ കൊണ്ടതാണ്. അതിൻ്റെ പരിപാലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ചില പോരായ്മകളൊക്കെ ഉണ്ട്. രാജ് സാറും നഫുൽ ഭായിയൊക്കെ ഇവിടെ വന്ന് കുറേ നിർദ്ദേശങ്ങൾ തന്നു ചില പോരായ്മകൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് റാബിറ്റ് ഫാം സ്കൂൾ എന്ന നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ ഫാം ഇൻസ്പെക്ഷൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് കണ്ണൂരിലുള്ള മിസ്റ്റർ മുസ്തഫാൻ്റെ ഫാമിലാണ്. ഇവിടെ 2 യൂണിറ്റ് മുതലാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ കൊണ്ട് ശ്രദ്ധ കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഫാമിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. പിന്നെ ഈ ഷെഡിൻ്റെ ഹൈറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് നല്ലപോലെ ചൂട് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സീലിംഗ് ഫാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ സീലിംഗ് ഫാനോട് ഇങ്ങനെ ഫാൻ ഇട്ടുകൊണ്ട് യാതൊരു കാര്യമില്ല. കാരണം ഇങ്ങനെ ഫാൻ ഇട്ടാൽ തന്നെ ഈ ചൂട് താഴത്തേക്ക് തള്ളും ഫാന്. അപ്പോൾ അതോടുകൂടി പൊതുവെ ഓരോരുക്കെല്ലാം ക്ഷീണം കൂടും. ഇപ്പോൾ ഇതുപോലെ ചെവി ഇങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ചൂട് കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളോട് എപ്പോഴും ഈ മുതലിനൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഭയങ്കര ഹാർട്ട് ബീറ്റ് ഭയങ്കര ഓവറായി കൂടിയിട്ടുണ്ട്. ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയൊരു മുതലാണെങ്കിൽ അതിന് അബോർഷൻ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രീഡിങ് എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നടക്കില്ല. നമുക്കറിയാം ഈ ഒരു ടൈമിൽ, അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മളോടൊരു ഓഫ് സീസൺ കൊടുക്കാനാണ് മിഥ്യാ സാർ പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ മുതലുള്ള ഹാർട്ട് ബീറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവാനൊക്കെ സാധ്യത വളരെ കുറവാണ്. പിന്നെ ഷെഡിൻ്റെ ഹൈറ്റ് വളരെ കുറവായതുകൊണ്ടും ചൂട് നല്ലതുകൊണ്ട് അപ്പോൾ ഷെഡ് അദ്ദേഹം മാറ്റി ചെയ്യാൻ വേണ്ടി ഇവിടെ വേറെ ഷെഡ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് മിക്കവാറും അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. കാരണം ഇത് നമുക്കറിയാം സ്പേസ് വളരെ കൺജസ്റ്റഡ് ആണ്. പിന്നെ സൈഡിൽ ഇതുപോലെ പച്ച നെറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇങ്ങനെ നെറ്റ് ഒരിക്കലും തൂക്കിയിടരുത്. ഇട്ട് കഴിഞ്ഞാൽ എയർ പാസിങ് വളരെ കുറയും. എയർ പാസിങ് കുറഞ്ഞു കഴിഞ്ഞാൽ മൂലകൾക്ക് ചൊറി പോലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് പിടിപെടും. അപ്പോൾ ഇങ്ങനത്തെ നെറ്റുകളൊക്കെ പകൽ സമയത്ത് എല്ലാവരും ഉയർത്തിക്കെട്ടെ. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ രാത്രികാലങ്ങളിൽ ഇത് താത്തിയിടേണ്ട കാര്യമല്ല. കാരണം തണുപ്പ് കാലത്താണ് നമ്മൾ ഇതുപോലെ നെറ്റുകൾ താത്തിയിടേണ്ടത്, ഈ തണുപ്പടിച്ചിട്ട് ജലദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും നെറ്റുകളൊക്കെ പൊക്കി വെച്ചിട്ട് മാക്സിമം എയർ പാസിങ് ഉണ്ടാക്കുക. പിന്നെ ഇദ്ദേഹം EM സൊല്യൂഷൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ EM സൊല്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ദിവസം ഇത് അടിച്ചുവാരി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആരും ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ കാഷ്ടവും പുല്ലൊക്കെ നിലത്ത് തന്നെ കടന്നോട്ടെ. അതിൻ്റെ മുകളിലാണ് EM നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ പിന്നെ അതുപോലെ നിലം ഇളക്കിയിട്ടിട്ടില്ല. ആദ്യം ഇളക്കിയിരുന്നു, പക്ഷേ പിന്നീട് അത് ഉറച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഡെയിലി അടിച്ചു വരുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഉറച്ചു പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് അടിച്ചു വരേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഈ EM നല്ലപോലെ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അപ്പോൾ അതോട് ഒരുപാട് ജോലിഭാരം ഇദ്ദേഹത്തിന് കുറയും. അതിന് ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഇത് ചെയ്ത് വിജയിക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. വിഷ് യു ഓൾ ദ സക്സസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. റാബിറ്റ് ഫാം സ്കൂൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് വേണ്ടി നൗഫൽ മംഗലശ്ശേരി. എത്ര കുട്ടികളായി മൊത്തം? 40-45 കുട്ടികളുണ്ട്. ഹലോ ഷാറിന് നോക്കിയെന്നെങ്കിൽ ഇതിനേക്കാളും പിന്നെ കുറച്ച് സ്പേസ് വേണം. അപ്പോഴാണ് ഞമ്മക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ ഉള്ളിലേക്ക് കയറാനും ഇറങ്ങാനും. ഇതിന്റെ പ്രത്യേകത എന്താ പറയുക, നമ്മൾ ഇതിന് ഒരിക്കലും ഇതിന് നമ്മളൊരു ടൈം നാളെ എന്നുള്ള ചിന്ത നമുക്ക് ഇതിന് പാടില്ല. കാരണം അത്ര പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പെറ്റുപരിക്കുന്ന ജീവിയാണ്. അതുപോലെ തന്നെ അസുഖങ്ങൾ വന്നാലും നമ്മളിപ്പോൾ ഒരു അസുഖം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് മരുന്ന് കൊടുക്കാം അല്ലെങ്കിൽ നാളെ മരുന്ന് കൊടുക്കാൻ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ അങ്ങനെ ചിന്തിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴേക്ക് തീരുമാനമായിട്ടുണ്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പൈസ ചെലവാക്കിയത് അതാ പറഞ്ഞു, ഇത്രയും ആഗ്രഹത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവും. ആ ഒരു ഇട്ടതിന്റെ ഒരു വൃത്തിയും ഇതും അല്ല അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല.